ശരി, ഒരാൾ കള്ളം പറഞ്ഞു എന്നുള്ളത് കാരണം കൊണ്ട് ബാക്കിയുള്ളവർ മുഴുവൻ റദ്ദായി പോയിക്കൂടാ. അത് ആ സ്ഥലം നമ്മൾ എടുക്കണം. ഞാൻ വേടനോടൊപ്പം നിൽക്കുന്ന ഒരു സ്ഥലമുണ്ട്. അത് ദളിതനായി നിന്നുകൊണ്ട് ഇവിടുത്തെ ജാതി സമ്പ്രദായത്തിനെതിരെ ഏറ്റവും നല്ല വരികൾ എഴുതിയ ഒരു മനുഷ്യനാണ് അയാളെന്ന് അറിയുന്നതുകൊണ്ട് അയാൾ ആ ചെയ്ത വരികൾ ഈ കാരണം കൊണ്ട് റദ്ദായി പോകുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ആ വരികൾ, വേടൻ എഴുതിയ വരികൾ നിശ്ചയമായിട്ട് ഇവിടുത്തെ ജാതിയെ മറച്ചു വെച്ച ജാതികളെ തുറന്നു കാട്ടിയ വരികൾ തന്നെയാണ്. അതിനെനിക്കൊരു സംശയമില്ല. പക്ഷേ അതൊന്നും തന്നെയും വേടൻ സ്ത്രീകളോട് മോശമായി പെരുമാറുന്നതിന് ന്യായവുമല്ല. ഞാൻ പറയുന്നത് അത് ഇല എന്ന് മുള്ളി വീണാലും മുള്ളി എന്ന് ഇല വീണാൽ എന്ന് പറയുന്ന മൂല്യങ്ങളും നിലനിൽക്കുന്ന സമൂഹം തന്നെയാണ്. അതുകൊണ്ടാണ് അത് പറയുന്നത്. പക്ഷെ വേടൻ്റെ കാര്യത്തിനകത്ത് വേടൻ എഴുതിയ വരികളും വേടൻ ആ പറയുന്ന കാര്യങ്ങളും ഇത്രയും നന്നായി ഇന്ന് ജാതിയെ തുറന്നു കാട്ടിയ മറ്റൊരു വരിയിൽ എനിക്ക് വിഷമമുണ്ടാകുന്ന നിലവാരത്തിലൊരു അനുഭവം ഉണ്ടായി എന്ന് പറയാൻ കഴിയാതിരുന്ന സ്ത്രീകളായിരുന്നു അന്നുണ്ടായിരുന്നത്. 90% അല്ല, 99% അവർക്കൊരു വിഷമം ഉണ്ടായി എന്നും മോശമായ അനുഭവം ഉണ്ടായി എന്നും പറയാൻ, അത് പറഞ്ഞതിൻ്റെ ഉത്തരവാദിത്വം കൂടെ അവർക്ക് വരും. അതെ, പണ്ട് പഠിപ്പിക്കുന്നത് എങ്ങനെയാണ്? മുള്ളി എന്ന നിലയിൽ വീണാലും ഇല ചെന്ന് മുള്ളു വീണാലും ഇലയ്ക്കാണ് കേട് എന്ന് പഠിപ്പിക്കുന്നിടത്തായിരുന്നു സ്ത്രീകളുണ്ടായിരുന്നു. ആ നിന്നിരുന്ന സ്ത്രീകൾക്ക് ഒരു ശബ്ദം ഉണ്ടാക്കി കൊടുക്കുന്ന പ്രവൃത്തിയുടെ ഭാഗമായിട്ടാണ് നമ്മൾ മീറ്റു എന്ന് പറയുന്ന സാധനം ഉണ്ടായത്. അത് 5 കൊല്ലം കഴിഞ്ഞാലും 10 കൊല്ലം കഴിഞ്ഞാലും 100 കൊല്ലം കഴിഞ്ഞാലും പറയാൻ നിങ്ങൾക്ക് തോന്നിയാൽ പറയണം എന്ന് പറയുന്ന നിലവാരത്തിൽ പുതിയ രീതിയിൽ ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന നിലപാടെടുക്കുന്നത് വഴിയാണ് അതുണ്ടായത്. ആ ഉണ്ടായത് മനസ്സിലായി? നിങ്ങളുടെ ചോദ്യം മനസ്സിലായി? ആ ഉണ്ടായതിനോട് തുടർച്ചയായിട്ടുണ്ടായ കാര്യങ്ങളാണ് നമ്മൾ മീറ്റു ഇഷ്യൂ. ആ ഇഷ്യൂ കൊണ്ട് ഇഷ്ടംപോലെ പേര് ഇപ്പം നമുക്ക് WCCയിലൊക്കെ ഉണ്ടായിരിക്കുന്ന സാധനം ഉണ്ടായതിന് ശേഷം ഈ AMMA എന്ന് പറയുന്ന സംഘടനയ്ക്കകത്ത് മാറ്റം ഉണ്ടായത് കാണുന്നില്ലേ? അത് WCCക്ക് എതിരായിട്ടുണ്ടാകുന്നതല്ല, WCC കാരണമാണ് അതുണ്ടാകുന്നത് നമുക്ക് കാണരുതോ? ഇതുപോലുള്ള മാറ്റങ്ങൾ ലോകത്തുണ്ടാകും. ആ മാറ്റം ഗുണപരമായി മാറാൻ പോവുകയാണോ എന്നൊക്കെ ചർച്ച ഇനിയും തുടങ്ങരുത്. അത് അത്രയും വരെയാണ് ഇപ്പോൾ ഉള്ളത്. എല്ലാ സ്ത്രീകൾക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള പഞ്ചായത്ത് പ്രസിഡന്റുമാരുടെ പുറകിൽ ഭർത്താക്കന്മാരാണ് ഇരുന്നുകൊണ്ട് ഇത് ചെയ്യിക്കുന്നതെന്നുള്ള പറയുന്ന ആർഗ്യുമെന്റ് വെക്കുമ്പോൾ സ്ത്രീ വരാതിരിക്കാനായിട്ടുള്ള ന്യായം വീണ്ടും ഉണ്ടാക്കുകയത്തേ ഉള്ളൂ. അതല്ല. അപ്പം അത്രയും നമ്മൾ അറിയേണ്ടതുണ്ട്. അപ്പം മീറ്റു പറയാനായിട്ട് സ്ത്രീകൾക്ക് എടുക്കാനുള്ള നിലപാട് തുറന്ന് തന്നെ ഇരിക്കുക തന്നെ വേണം. അത് തുല്യമായ മനുഷ്യരായി മാറുന്നത് വരെ അതുണ്ടായേ പറ്റൂ. അതുവരെ ഉണ്ടാകും. ഇതിനകത്ത് തെറ്റ് ചെയ്യത്തില്ല എന്നും കള്ളം പറയത്തില്ല എന്നുള്ള അർത്ഥമൊന്നും ഇല്ല. അതുകൊണ്ടാണ് ഒരു തവണയാണെങ്കിലാണ് നമുക്കത് മനസ്സിലായി. എനിക്ക് അത് നിങ്ങളെ ചോദ്യത്തിനകത്ത് പറഞ്ഞില്ലേ 3 പേര് വന്നു, സംശയമൊന്നും എനിക്കും ഇല്ല. അതിനകത്ത് അത്തരത്തിലുള്ള, പക്ഷേ സ്ത്രീയോടൊപ്പം നിന്നതിന് ശേഷം മാത്രമേ ഞാൻ തെളിവന്വേഷിക്കൂ. അതങ്ങനെ തന്നെയാണ്. ആദ്യം വിക്ടിം എന്താണ്? അതെ, അങ്ങനെ ഒരു പ്രശ്നം നമ്മൾ അത് ഞാൻ സംവരണം പോലെ തന്നെയാണ്. ദളിതരായിരിക്കുക എന്ന് പറയുന്നത് വഴി പീഡിപ്പിക്കപ്പെടുക എന്ന് പറയുന്ന സ്ഥലത്തിരിക്കുന്നവരുടെ കൂടെ നിന്നുകൊണ്ട് മാത്രമേ അതിന് ശരി തെറ്റുകൾ അന്വേഷിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ ഒരാൾ കള്ളം പറഞ്ഞു എന്നുള്ളത് കാരണം കൊണ്ട് ബാക്കിയുള്ളവർ മുഴുവൻ റദ്ദായി പോയിക്കൂടാ. അത് ആ സ്ഥലം നമ്മൾ എടുക്കേണ്ടതുണ്ട്. അതൊക്കെ നമ്മളത് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത് പറഞ്ഞു പോയ ആൾക്കാർ മുഴുവൻ കുടുങ്ങിപ്പോയില്ലേ? എത്ര സ്ത്രീകൾക്ക് സിനിമ പോയി? വെറുതെ നമ്മൾ നോക്കിയാൽ മതി. അത് അങ്ങനെ മനസ്സിലാക്കേണ്ട. അത്രയും പേര് സിനിമയ്ക്കകത്തേക്ക് വരുന്നില്ല എന്നുള്ള കാര്യമില്ല. ആ വില കൊടുത്തത് എവിടെ പോയി? അപ്പം അത് നമ്മൾ കാണേണ്ടതുണ്ട്. അപ്പം അതുകൊണ്ട് പറഞ്ഞ സ്ത്രീകൾ മുഴുവൻ അപമാനിതരായി നിൽക്കുന്ന ഒരു സമൂഹത്തിനകത്തായതുകൊണ്ടാണ് നമ്മൾ അവരുടെ കൂടെ നിൽക്കാൻ ബാധ്യത വരുന്നത്. ഞാൻ വേടനോടൊപ്പം നിൽക്കുന്ന ഒരു സ്ഥലമുണ്ട്. അത് ദളിതനായി നിന്നുകൊണ്ട് ഇവിടുത്തെ ജാതി സമ്പ്രദായത്തിനെതിരെ ഏറ്റവും നല്ല വരികൾ എഴുതിയ ഒരു മനുഷ്യനാണ് അയാളെന്ന് അറിയുന്നതുകൊണ്ട് അയാൾ ആ ചെയ്ത വരികൾ ഈ കാരണം കൊണ്ട് റദ്ദായി പോകുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അത് അങ്ങനെ തന്നെയാണ്. ഇത് ഒരാൾ മുഴുവനും കൂടെ ഒന്നിച്ചുണ്ടാകത്തില്ലെന്നൊക്കെ എനിക്ക് അറിയുന്ന ആളാ. എല്ലാ കാര്യത്തിനകത്തും ഒരാള് കംപ്ലീറ്റ് ആയി കറക്റ്റ് ആയിരിക്കും എന്നുള്ളത് തെറ്റ്. വേടൻ അതിന് സ്ത്രീകളോട് മോശമായി പെരുമാറിയിട്ടുണ്ടെന്നുള്ളത് വേടനുമായി ജീവിച്ചിരുന്നത് ഞാൻ ഒരു 2 ദിവസമേ അദ്ദേഹത്തിനെ പരിചയപ്പെട്ടിട്ടുള്ളൂ. ആ 2 ദിവസത്തിനകത്ത് അയാൾ പറയുന്നതിനകത്തുനിന്ന് ഞാൻ തിരിച്ചറിഞ്ഞിട്ടുണ്ട് അയാൾ നീതിയോടെ പെരുമാറിയിട്ടില്ല എന്ന്. അദ്ദേഹം ആദ്യത്തെ ഒരു കത്തെഴുതുന്നതിന് അന്ന് സപ്പോർട്ടീവായിട്ട് ഞാൻ നിന്ന ഒരാളുമാണ്. പക്ഷെ സ്ത്രീകളോട് നീതിയോടെ പെരുമാറിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ വില കൊടുക്കേണ്ടി വരും.
അതെ. അത് ആർക്കെങ്കിലും എത്ര വലിയ ഇത് ആളാണെങ്കിലും. അത് വേറൊരു തെറ്റാണ്. ഇപ്പൊ മഹാത്മാഗാന്ധി സ്വാതന്ത്ര്യ സമരത്തിനകത്ത് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടില്ല, അയാള് എന്താണ് പെൺകുട്ടിയുടെ കൂടെ നഗ്നനായി കിടന്നു എന്ന് പറയുന്നത് വഴി പരിഹരിച്ചു പോകുമോ? അത് ഇല്ല. അത് നമ്മളെന്താണ് പിന്നെ മഹാത്മാഗാന്ധി എന്ന് ഇപ്പോഴും വിളിച്ചോണ്ടിരിക്കുന്നത്? അദ്ദേഹം കൊച്ചു കുട്ടികളുടെ കൂടെ കടന്ന ഒരുത്തനല്ലേ, അയാൾ എന്തിനാണ് പിന്നെ മഹാത്മാവെന്ന് വിളിക്കുന്നത്? പക്ഷെ അത് ഇന്ത്യക്ക് നമുക്ക് സ്വാതന്ത്ര്യം അപ്പൊ അതെങ്ങനെ മൂല്യമായി തീരുന്നത്? ഇതുപോലെയാണ്. അപ്പൊ അത് നിങ്ങൾക്ക് വലിയ കാര്യമാണ് എന്ന് പറയാമെങ്കിൽ വേടന്റെ വരികൾ അതുപോലെ വലിയ കാര്യമാണ്. അതെ. അത്രയും എടുത്താൽ മതി. വേടൻ മഹാത്മാവാണെന്ന് പറഞ്ഞിട്ട് നാളെ നിങ്ങൾ ഇതിൻ്റെ അകത്ത് തമ്പനയിൽ എഴുതരുത്. അതിനു വേണ്ടിയല്ല, മഹാത്മാഗാന്ധിക്ക് തുല്യമാണെന്ന് പറഞ്ഞിട്ടുള്ള വരി നിങ്ങൾ എഴുതാനാ പോകുന്നുണ്ടെങ്കിൽ അതൊന്നുമല്ല ഞാൻ പറയും. മഹാത്മാഗാന്ധിക്ക് തുല്യനാണെന്ന് ഞാൻ പറയുന്നതിന് പേടിയും എനിക്കില്ല. ആ വരികൾ, വേടൻ എഴുതിയ വരികൾ നിശ്ചയമായിട്ടും ഇവിടുത്തെ ജാതിയെ മറച്ചു വെച്ച ജാതികളെ തുറന്നു കാട്ടിയ വരികൾ തന്നെയാണ്. അതിനെനിക്കൊരു സംശയമില്ല. പക്ഷേ അതൊന്നും തന്നെയും വേടൻ സ്ത്രീകളോട് മോശമായി പെരുമാറുന്നതിന് ന്യായവുമല്ല. അത് അതിൻ്റെ സ്ഥലത്ത് വില കൊടുക്കേണ്ടതാണ്. ഒരാളെ മുഴുവനും കൂടെ ശരിയായതിന് ശേഷം സപ്പോർട്ട് കൊടുക്കണമെങ്കിൽ അയ്യപ്പന് സപ്പോർട്ട് എനിക്ക് കൊടുക്കാൻ പറ്റത്തില്ല. അയ്യപ്പൻ നല്ല കവിത എഴുതിയിട്ടില്ലെന്ന് അറിയേണ്ടി വരും. വളരെ മോശമായിട്ട് ആൾക്കാരോട് പെരുമാറിയിട്ടുണ്ട്. അതുപോലുള്ള എന്തിനാണ് ഈ ഇന്നത്തെ മൂല്യങ്ങൾ വെച്ചിട്ടാണെങ്കിൽ ചങ്ങമ്പുഴയ്ക്ക് സപ്പോർട്ട് കൊടുക്കാനൊക്കത്തില്ല, പി കുഞ്ഞിരാമൻ നായർക്ക് സപ്പോർട്ട് കൊടുക്കാനൊക്കത്തില്ല. എത്രയോ പേരുണ്ട് അങ്ങനെ. അതായത് അവരുടെ കവിതയൊക്കെ ഇവിടെ പഠിപ്പിക്കുന്നുണ്ടല്ലോ. അതെ, ഈ ആൾക്കാരുടെ കവിതയൊക്കെ പഠിപ്പിക്കുന്നുണ്ടല്ലോ. ഇവിടെ ഇന്നത്തെ ഈ പറയുന്ന മൂല്യങ്ങൾ മീറ്റു എന്ന് പറയുന്ന യുക്തിക്കകത്തെ മൂല്യങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുഞ്ഞിരാമൻ നായർ ഒന്നും വെക്കാനൊക്കത്തില്ല, ഒരു കവിതയും പഠിപ്പിക്കാനൊക്കത്തില്ല. അവരുടെ ജീവിത രീതിയും അവരുടെ കവിതകളും രണ്ട് രീതിയിൽ ആരാണെന്ന് പോലും അറിഞ്ഞുകൂടാതാണ് ബന്ധങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്. നിരുത്തരവാദപരമായിട്ടാണ് നമ്മുടെ ഇന്നത്തെ യുക്തി ഉണ്ടാണെങ്കിൽ. പക്ഷെ അവരങ്ങനെ ജീവിതത്തിൽ അങ്ങനെ ചിന്തിച്ചിട്ടേ ഇല്ല. അവർ കണ്ടവരെ എല്ലാം ഇഷ്ടപ്പെടുകയും അവരുമായിട്ട് പ്രണയപൂർവ്വം ജീവിക്കുകയും കുഞ്ഞുങ്ങളെ ഉണ്ടാക്കുകയും ചെയ്തു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് വലിയ തെറ്റായിട്ടൊന്നും അന്ന് കാലത്ത് ആരും കണ്ടിരുന്നില്ല. ഇപ്പോഴും അങ്ങനെ അധികം കാണുന്നില്ല. അല്ല, ഇപ്പോഴും അത് വേറെ വിഷയമാണ്. ഞാൻ പറയുന്നത് അത് ഇല എന്ന് മുള്ളി വീണാലും മുള്ളി എന്ന് ഇല വീണാൽ എന്ന് പറയുന്ന മൂല്യങ്ങളും നിലനിൽക്കുന്ന സമൂഹം തന്നെയാണ്. അതുകൊണ്ടാണ് അത് പറയുന്നത്. പക്ഷെ വേടൻ്റെ കാര്യത്തിനകത്ത് വേടൻ എഴുതിയ വരികളും വേടൻ ആ പറയുന്ന കാര്യങ്ങളും ഇത്രയും നന്നായി ഇന്ന് ജാതിയെ തുറന്നു കാട്ടിയ മറ്റൊരു വരിയില്ല. അതിനെനിക്ക് സംശയമൊന്നുമില്ല. പക്ഷെ ഇതൊന്നും തന്നെയും വേടൻ സ്ത്രീകളോട് മോശമായി പെരുമാറുന്നതിന് ന്യായവുമല്ല. അതിന് അയാളെ ശിക്ഷിക്കപ്പെടേണ്ടതുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണം. അത്രയേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ സംസാരത്തിൻ്റെ ഇടയ്ക്ക് ഹേമ കമ്മിറ്റിയുടെ കാര്യം പറഞ്ഞു, അമ്മയുടെ കാര്യം പറഞ്ഞു. ഇപ്പോൾ അമ്മയുടെ തലപ്പത്തേക്ക് ആദ്യമായിട്ട് ഒരു ലേഡി ശ്വേതാമേനൻ വന്നിരിക്കുകയാണ്. അപ്പോൾ അതിനെതിരെ ഒരുപാട് വിവാദ പരാമർശങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് താരങ്ങൾ തന്നെ വന്നിട്ടുണ്ട്. ഒരിക്കലും സ്ത്രീയല്ല ഭരിക്കേണ്ടത്, പുരുഷന്മാരാണ് ഭരിക്കേണ്ടത്, സ്ത്രീകൾ എപ്പോഴും പുരുഷന്മാരുടെ താഴെ ആയിരിക്കണമെന്ന് പല താരങ്ങളും പറഞ്ഞ് നമ്മൾ കണ്ടിരുന്നു. അങ്ങനെ പറയുന്നതിൽ എന്തെങ്കിലും ന്യായമുണ്ടോ? അങ്ങനെ പറയുന്നതിന് ന്യായമുണ്ടെന്നല്ല, അങ്ങനെ പറഞ്ഞ കഴുതകളെ പറ്റി എനിക്കൊന്നും പറയാനുമില്ല. അത് വേറെ വിഷയമാണ്. പക്ഷേ ആ ജയിച്ചു വന്നിരിക്കുന്ന സ്ത്രീകളെല്ലാം പുരുഷന്മാർക്ക് സപ്പോർട്ട് കൊടുത്തവന്മാരായിരുന്നു എന്നുള്ള ആളുകളായിരുന്നു എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല. അതുകൊണ്ട് അത്ര മെച്ചപ്പെട്ട വിജയമായി അതിനൊന്നും ആഘോഷിക്കാൻ ഞാൻ തയ്യാറല്ല. വില കൊടുത്ത ആൾക്കാർ പുറത്ത് നിൽക്കുകയും വളരെ അനുചിതമായി സപ്പോർട്ട് കൊടുത്തവരെ അവിടെ ജയിപ്പിക്കുകയും ചെയ്തു എന്നുള്ള യാഥാർത്ഥ്യം അവിടെ ഉണ്ട്. പക്ഷെ അതിനുശേഷവും സ്ത്രീകൾ ജയിച്ചിരിക്കുന്നത് മെച്ചമാണെന്ന് വിചാരിക്കുന്ന ആളാണ്. അപ്പൊ അതിനകത്ത് ശരിക്കും പറഞ്ഞ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു വിജയം തന്നെ. പക്ഷെ അങ്ങനെ തന്നെയാണ് ലോകത്ത് അത്തരത്തിലുള്ള വിജയങ്ങളെ ലോകത്തുള്ളൂ. അല്ലാതെ വേറെ ഒരു പ്ലാൻ ഇല്ലാത്ത വിജയമൊന്നും ലോകത്തില്ല. പുരുഷന്മാരുടെ സ്ഥാനം നഷ്ടപ്പെടുമ്പോൾ അവർക്ക് നിയന്ത്രിക്കാൻ പറ്റുന്ന സ്ത്രീകളെ കൊണ്ടുവരിക എന്ന് പറയുന്നതാണ് അവരുടെ ടെക്നിക്കാണത്. അവരത് ചെയ്യും. അത് മുർമു ഇന്ത്യയിലെ പ്രസിഡന്റ് ആകുന്നത് പോലെ തന്നെയാണ്. മോദിയെ പോലെയൊക്കെയുള്ള ജാതികളും ഈ രാഷ്ട്രീയമായി വളരെ മോശമായി പെരുമാറുന്നവർക്കും മറ്റുള്ളവരെ വായടപ്പിക്കാൻ വേണ്ടി മുർമുവിനെ അവിടെ വെച്ചിരിക്കുന്നതാണെന്ന് അറിയുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് അതൊന്നും ഞാൻ തെറ്റായിട്ട് ധരിക്കാൻ എന്തായാലും അവര് ചരട് വലിക്കുമ്പോൾ നീങ്ങുന്ന ഒരു പാവ അത്ര മാത്രമാണ്. അല്ലാതെ ഇവിടുത്തെ ആദിവാസികളെല്ലാവരും മാവോയിസ്റ്റുകളായിട്ട് അതപ്പതിച്ച് കിടക്കുന്ന നാട്ടിൽ തന്നെയാണ് മുർമു പ്രസിഡന്റ് ആയിട്ടിരിക്കുന്നത്. അതുകൊണ്ട് അതൊന്നും കണ്ണുമൊളിക്കാനും അതൊക്കെ തെറ്റായിട്ട് ധരിക്കാനൊന്നും ഞാൻ തയ്യാറല്ല. പക്ഷെ അപ്പോഴും മുർമു ഇരിക്കുന്നത് ഞാൻ സപ്പോർട്ട് ചെയ്യും, സ്ത്രീ ആയതുകൊണ്ട്. ഓക്കെ. അപ്പോൾ ഈ സ്ത്രീകളുടെ കാര്യം പറയുമ്പോൾ നളിനി ജമീല
ആ ഒരു വ്യക്തിയെക്കുറിച്ച് നമുക്ക് സംസാരിക്കാതിരിക്കാൻ കഴിയില്ല. കാരണം ആ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ വഴിത്തിരിവിന് ഒരു കാരണം മൈത്രേയൻ തന്നെയാണ്. അവരെഴുതിയൊരു പുസ്തകമാണ് ഒരു ലൈംഗിക തൊഴിലാളിയുടെ പ്രണയ പുസ്തകം എന്ന് പറഞ്ഞിട്ടുള്ളത്. ആ ഒരു പുസ്തകത്തിലൂടെ തന്നെ സമൂഹത്തിൽ ആ ഒരു ലൈംഗിക തൊഴിലാളികളോടുള്ള ഒരു കാഴ്ചപ്പാട് തന്നെ മാറാൻ ആ ഒരു പുസ്തകം പ്രധാന കാരണമായിട്ട് തന്നെയുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചും ആ ഒരു നളിനി ജമീല എന്ന് പറയുന്ന ഒരു വ്യക്തിയെക്കുറിച്ചും പറയാമോ? നളിനി ജമീല ഉണ്ടാകുന്നത് ഞാൻ കാരണമല്ല. നളിനി ജമീല ഉണ്ടാകുന്നത് അതൊക്കെ അങ്ങനെ മനസ്സിലാകണം. നളിനി നൂറുകണക്കിന് സ്ത്രീകൾ വന്നതിനകത്ത് സ്വന്തമായ വ്യക്തിത്വമുള്ള ഒരു സ്ത്രീ തന്നെയായിരുന്നു. അവരെ നമ്മൾ കണ്ടെത്തി എന്നുള്ള ഒരു വശമുണ്ട്, അത്രയേ ഉള്ളൂ. പക്ഷെ നളിനി അവിടെ ഉണ്ടായിരുന്ന ആളാണ്. എഴുത്തും വായനയും തന്നെത്താൻ പഠിച്ചവരുമാണ്. അവർ തമിഴ് വായിക്കാനും മലയാളം വായിക്കാനും ഒരുപോലെ അറിയുന്ന ഒരാളാണ്. ഞാൻ കാണുന്ന ഈ അറിവ് പുറത്ത് കാണിക്കാനൊരു അതങ്ങനെയാണ്. നമ്മളെല്ലാം നമ്മളാകുന്നില്ല. അത് മാത്രമല്ല, ഇനി അവരെ കണ്ടെത്തിയ ആൾ ഞാൻ മാത്രമല്ല. പോൾസൺ റാഫേൽ എന്ന് പറയുന്ന ഒരാളാണ് എന്നെ ഈ ലൈംഗിക തൊഴിലാളികളുടെ വിഷയത്തിനകത്തേക്ക് കൊണ്ടുവന്നത് പോലും പോൾസനാണ്. പോൾസൺ എന്നേക്കാളും ഉത്തരവാദിത്വം ആ കാര്യത്തിലുണ്ട്. അപ്പം അതുപോലുള്ള കാര്യങ്ങളകത്ത് പക്ഷെ നമ്മൾ മനസ്സിലാക്കാനുള്ളത്, ആരെങ്കിലും ഒരാളുണ്ടാക്കുന്നതോ ഒരാൾ രൂപപ്പെടുത്തുന്നതോ അല്ല. അവരിൽ ആ സാധ്യതകളും ആ കഴിവുകളും അവരിൽ ഉണ്ടായിരുന്നത് നമ്മൾ കണ്ടെത്തി എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ടാകാം. അത് അത്രയാണ്. ഇതിനകത്ത് വലിയൊരു ട്രാൻസ്ഫോർമേഷൻ. ഇപ്പോൾ നളിനിക്ക് സെൽഫ് ഒബ്സർവേഷൻ, സ്വന്തമായിട്ട് ജീവിതത്തിനെ ഒന്ന് തിരിഞ്ഞു നോക്കാനുള്ള കഴിവുള്ള ഒരാളാണ്. എല്ലാവർക്കും ഉള്ളതല്ല. അത് ലൈംഗിക തൊഴിലാളിയായ ഒരു സ്ത്രീ ആയിരിക്കുന്നതുകൊണ്ടല്ല, അത്തരത്തിലുള്ള ഒബ്സർവേഷൻ ഉണ്ടാകുന്ന ഒരാൾക്ക് മാത്രമേ അതൊക്കെ കാണാൻ പറ്റത്തുള്ളൂ. അതൊരു കവിയായിരിക്കുന്നവർക്കും ഒരു ചിത്രം വരയ്ക്കുന്നവർക്കും ഒരു കഥ എഴുതുന്നവർക്കും ഒക്കെ ഉള്ള ഒരു ഒബ്സർവേഷനാണത്. ആ ഒബ്സർവേഷനുള്ള ആൾക്കാർക്ക് മാത്രമേ ലോകത്തിനെ തിരിച്ചറിയാനും മനസ്സിലാക്കാനും കഴിയുള്ളൂ. ആ കഴിവ് നളിനിയിൽ നിഹിതമായിരുന്നത് കൊണ്ടാണ് അത് നമ്മൾ കണ്ടെത്തുന്നത്. അങ്ങനെയുള്ള കഴിവുള്ളവർ അവിടെ ഉണ്ട് എന്നുള്ള നമ്മുടെ കണ്ടെത്തലുകളാണ്. നമ്മൾ അതിനകത്തെ എന്ന് പറയുന്നത് നമ്മളൊരു പാലം മാത്രമാണ് നളിനിക്ക് നടക്കാനുള്ള. അത്രയേ ഉള്ളൂ. ഈ ഒരു നിലയിലേക്ക് എത്താനുള്ള അത്രേ ഉള്ളൂ, പാലം മാത്രം. അല്ലാതെ വേറൊരു തരത്തിലും അതിനകത്ത് റോളില്ല. എന്തായാലും ഇത്ര സമയം തന്നതിന് താങ്ക് യു. ശരി.